മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു മിയത്തു അജ്രി ഷഹീദ്. എൻ്റെ സമുദായം ഫിത്നയിലാകുന്ന കാലത്തോളം, എൻ്റെ സമുദായം ഫിത്നയിലും മുസീബത്തിലുമാകുന്ന കാലത്തോളം എൻ്റെ ചര്യയെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ അവർക്ക് 100 ഷഹീദിന് കൂലി ഉണ്ടാകുമെന്ന് ഷഫീഉന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. മുഅ്മിനീങ്ങളെ, നാം എവിടെ ചെന്നെത്തിയാലും അവിടേക്ക് ഫിത്നയുടെ കാലഘട്ടമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ 2 കാര്യം നിങ്ങളിലേക്ക് ഞാൻ ഉപേക്ഷിച്ചു പോകുന്നതാണ്. ഏതാണ് ആ 2 കാര്യം? ഒന്ന് വിശുദ്ധ ഖുർആനാകുന്നു, മറ്റൊന്ന് തിരുനബിയുടെ ഹദീസാകുന്നു. ഇത് രണ്ടും നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഏത് മാർഗത്തിലൂടെയാണോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്, ആ അതേ മാർഗദിശയിലൂടെയാണ് ഞാനും നിങ്ങളും ഇത് ഉപയോഗിക്കേണ്ടത്. നബി തങ്ങൾ അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളൂ അലൈഹാ ബിന്നവാജിദ്. അള്ളൂ, നിങ്ങൾ മുറുകെ പിടിക്കൂ. ബിന്നവാജിദ്, അണപ്പല്ലുകളെ കൊണ്ട് നിങ്ങൾ മുറുകെ പിടിക്കൂ. ഫഅലൈക്കും ബിസുന്നതി വസുന്നതി ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ. നിങ്ങൾ എൻ്റെ ചര്യയെയും എനിക്ക് എൻ്റെ സ്വഹാബികളായ ഖുലഫാഉർ റാഷിദീങ്ങളായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു, അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടത് 10 സ്വഹാബികളുടെയും ചര്യയെയും നിങ്ങൾ മുറുകെ പിടിക്കൂ. അവരെല്ലാം ഹിദായത്ത് സിദ്ധിച്ചവരാകുന്നു, അവർ സ്വർഗത്തിലേക്ക് കടക്കുന്നവരാകുന്നു. അവരുടെ പാതയാണ് ഞാനും നിങ്ങളും മുറുകെ പിടിക്കേണ്ടത്. അല്ലാതെ ഈ കാലഘട്ടത്തിൽ വരുന്നതായ ഫിത്നക്കാരുടെയും ഫിത്നക്കാരുടെയും കുഴപ്പക്കാരുടെയും ചര്യയെ ഞാനും നിങ്ങളും മുറുകെ പിടിക്കരുത്. മുഅ്മിനേ, നമുക്ക് മരിക്കണ്ടേ? ഇന്നല്ലെങ്കിൽ ഞാനും നിങ്ങളും ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നൊരു കാലം വരാനുണ്ട്. അല്ലാ വഅൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹു മിൻ ഖബ്ല അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. ആ സമയം നാം പറയും, ഞാൻ സക്കാത്ത് കൊടുത്തോളാം, ഞാൻ നിസ്കരിച്ചോളാം. അങ്ങനെ പറയും. അല്ലാഹ് പറയും, വേണ്ട, നിന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും എനിക്കൊന്നും ആവശ്യമില്ല. ഞാൻ നിന്നോട് കൽപ്പിച്ച സമയത്ത് നീ ചെയ്തില്ലല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം സ്വഹാബത്തിന്റെ ജീവിതം പോലെയായിരിക്കേണ്ടതാണ്. സ്വഹാബത്ത് ഏത് പാതയിലാണ് ഉണ്ടായത്? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പാതയിലാകുന്നു. ആ ഹബീബിൻ്റെ പാതയിൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോവേണ്ടതാണ്. മുഅ്മിനീങ്ങളെ, അള്ളു എന്നാണ് പറഞ്ഞത്. അള്ളു എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുറുകെ പിടിക്കൂ. അത് അംറഹാദിറാണ്, അഥവാ മുദക്കറിൽ നിന്ന് വരുന്നതായ, അഥവാ ബഹുവചനമായ പുല്ലിംഗത്തിൽ നിന്ന് വരുന്നതായ അംറഹാദിറാണ്. അള്ളു നിങ്ങൾ മുറുകെ പിടിക്കൂ. എങ്ങനെയാണ് അള്ളു എന്നുണ്ടായത്? അള്ളു അസ്ലുഹു എന്നാണ് ഉണ്ടായത്. ഒരു കലിമത്തിൽ 2 ലോദ് ഒരുമിച്ച് കൂടുകയും അതിലൊന്ന് സുക്കൂൻ കൊണ്ട് മുൻകടക്കുകയും ചെയ്തപ്പോൾ ആദ്യത്തെ ലോദിന്റെ ഹർക്കത്തിന് മാക്കബിലായ ഐനിന്റെ സുക്കൂനെ നീക്കം ചെയ്തതിന് ശേഷം കൊടുത്തു. ലോദും സാക്കിനായ ലോദിനെ മുത്തഹരിക്ക ലോദിനെ ഇദ്ഗാം ചെയ്തു. ഈ അള്ളു എന്നായി. വസ്ല ഹംസ ആവശ്യമില്ലാതെ കളഞ്ഞു. അള്ളു അള്ളു അതിന്റെ വസന എടുത്ത് നോക്കുമ്പോൾ അതിന്റെ വസന് ഫഇല യഫ്അലു എന്നാണ്. അസ്ല് അദില യഅലു. അപ്പം അംറഹാദിന് അള്ളു എന്ന് വന്നത് മുദാരിന്ന് അംറഹാദിന് എടുക്കല്. എങ്ങനെ എടുക്കല്? യഅല്ലു യഅല്ലാനി യഅല്ലൂന തഅല്ലു തഅല്ലാനി യഅല്ലന. തഅല്ലു തഅലിന് താനെ കളഞ്ഞു. ശേഷം ഹർക്കത്ത്, ശേഷം ഹർക്കത്തായപ്പോൾ അവസാനം സുക്കൂൻ ചെയ്ത് അസിന് സുക്കൂനാണ് ഉണ്ടാവുക. പിന്നെ
എന്നാണ് ഉണ്ടാവുക. അതിന് തർക്കീബ് എഴുതുന്നത് ആഹ്റിനെ അവസാനം കളയിൽ കൊണ്ടാണ് ജസ്മായിട്ട് നാം ഉപയോഗിച്ചത് മുഅ്മിനീങ്ങളെ. ഇവിടെ നൂനെ കളയിൽ കൊണ്ട് ജസ്മായിട്ട് നാം ഇവിടെ ഉപയോഗിച്ചത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എങ്ങനെ സർഫാക്കുക? അല്ലാ യഅ്ലു അദില യഅ്ലു. അപ്പൊ അലംബ്രമിനു അല്ല അംബ്രഹല്ല അല്ല അല്ലി അല്ലു യഅ്ലു യഅ്ലലാ യഅ്ലു അല്ലെങ്കിൽ അല്ല അല്ലാ അല്ലു അല്ലി അല്ലാ യഅ്ലന ഈ രൂപത്തിൽ സർഫാക്കുക. അല്ലെങ്കിൽ അസ്ൽ മാത്രം സർഫാക്കുമ്പോൾ യഅ്ലു യഅ്ലലാ യഅ്ലു യഅ്ലി യഅ്ലലാ യഅ്ലന. അപ്പോൾ അല്ലു നിങ്ങൾ എന്ത് ചെയ്തോ? മുറുകെ പിടിച്ചോ. ബിന്നവാജിദ് അണപ്പല്ലുകൊണ്ട് കടിച്ചിട്ട് നിങ്ങൾ മുറുകെ പിടിച്ചോ. അള്ളാഹു നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹ് അമലായി സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.